പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, തിരുവചനം പഠിക്കുവാനായിട്ടൊരവസരം കൂടെ തന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ വിശ്രമിപ്പാൻ സഹായിച്ചു. രാവിലെ സൗഖ്യത്തോടെ, സന്തോഷത്തോടെ, സുഖത്തോടെ, ആരോഗ്യത്തോടെ എഴുന്നേൽപ്പാൻ അവിടുന്ന് ഇടയാക്കിയതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അവിടത്തേക്ക് പ്രസാദകരമാകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തെ പകർന്നു തരണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ദൈവവചനത്തെ എൻ്റെ ഉള്ള അവസ്ഥയിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരേണ്ട ഞങ്ങളുടെ വിദ്യാർത്ഥികളെല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വഴിയാത്രകൾ, വാഹനങ്ങളായിരിക്കുന്നവരെല്ലാം കർത്താവ് സൂക്ഷിക്കും. ഒരാപത്തും അനർത്ഥം കൂടാതെ അവരെയും കടന്നു വരുവാൻ സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചത് ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവവ്യവസ്ഥയില്ലാത്തവരായി തീർന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു, എപ്പോഴാണ് മനുഷ്യൻ പാപിയായി മാറിയെന്നുള്ളത്. ആർ ദ ബോൺ ആസ് സിന്നേഴ്സ്? പാപിയായിട്ടാണോ അവർ ജനിക്കുന്നത്, അതോ ജനിച്ച് പാപപ്രവൃത്തി അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ദൈവീക കൽപ്പന ഏതെങ്കിലും ലംഘിച്ചപ്പോഴാണോ അവർ പാപിയായി തീർന്നത്? എന്തോ കണ്ടുപിടിച്ചു, വല്ലതും കണ്ടുപിടിച്ചോ? നിയമലംഘനം നടന്നിടത്തേ എന്ത് ചെയ്യത്തുള്ളൂ? പാപം വരുന്നുള്ളൂ, അല്ലേ? ഒരുത്തിനെ തെറ്റുകാരനെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങൾ ലംഘിച്ചാൽ മാത്രമേ നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊന്നും അവർക്ക് നിയമങ്ങളില്ല, അതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല. ആദാമ്യ പാപം താൽ സകലരും പാപിയായി എന്ന് പറയുന്നതിൻ്റെ, അല്ലേ? അതല്ലായിരുന്നോ ചോദ്യം? അതിൻ്റെ അർത്ഥം എന്തുവാന്ന്? ഓക്കെ, അത് തെളിയിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതായത് ഇപ്പം ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കൊച്ചും കടക്കാരനാ, ഇല്ലയോ? മനസ്സിലായില്ല? ഇന്ത്യക്ക് കണ്ടമാനം കടബാധ്യതയുണ്ട്. ഇന്ത്യക്ക് എത്ര ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഒക്കെയാണ് ഇന്ത്യയുടെ കടം. വേൾഡ് ബാങ്കിൽ നിന്ന് എടുത്തതും അവിടുന്ന് എടുത്തതും ഇവിടുന്ന് എടുത്തതായിട്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും എങ്ങനെയായിട്ടാണ് ജനിക്കുന്നത്? ഒരു കടക്കാരനായിട്ടാണ് ജനിക്കുന്നത്. കുട്ടി പറയും, ഞാൻ ആരുടെയൊന്നും കടമൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, എൻ്റെ അപ്പനും വാങ്ങിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ കടക്കാരനാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് ലോങ് ആസ് യു ആർ എ പാർട്ട് ഓഫ് ഇന്ത്യ, നീ ഇന്ത്യൻ ഒരു പൗരനായിരിക്കുന്നിടത്തോളം കാലം നീ ഒരു കടക്കാരനാണ്. അപ്പോൾ കടം വാങ്ങിച്ചത് നമ്മളാരുമല്ല. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും പോയി എന്ത് ചെയ്തത്? ഒപ്പിട്ടത്. പക്ഷെ ആ ഒപ്പിൽ എൻ്റെ ഒപ്പും കൂടെ ഉണ്ട്, ഞാനും കൂടെ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെട്ടിട്ടുണ്ട്. ആ തിയറിയാണ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഏകൻ്റെ ലംഘനത്താൽ അല്ലെങ്കിൽ ഏകനാൽ വന്നത് എന്ത് ചെയ്തു? സകലർക്കും ബാധകമായി തീർന്നു. വേറെ ദിവസം ചില ഉദാഹരണം എടുക്കാം. ഏകൻ്റെ ലംഘനത്താൽ സകലരും എന്ത് ചെയ്തു? പാപികളെന്നുള്ള സകലരും ആ ഏകൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. ഉദാഹരണം, ആദാം ഒഴിച്ച്. ആദാമിനെ പറയുന്നത് എനിക്കറിയാം. ആ ഒരു വ്യക്തി ചെയ്ത പാപം കൊണ്ട് ഒരു ജനത മുഴുവനും കഷ്ടം അനുഭവിച്ചു, കഷ്ടത അനുഭവിച്ചു, വേദന അനുഭവിച്ചു, അതിൻ്റെ ഫലം അനുഭവിച്ചു. ആഖാൻ എന്തോ ചെയ്ത പാപം? എന്തോ മോഹിച്ചു? എവിടുത്തെ മോഹിച്ചു? സ്വർണവും വെള്ളിയും മോഹിച്ചോന്നും നല്ല പുള്ളി ചെയ്ത്. ഏതാ? ആർക്ക് ഹിതമല്ലാത്തത്? അതൊന്നുമല്ല, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ഇതെല്ലാം ശബദാർപ്പിത വസ്തുവായിരിക്കും എന്നാ പറഞ്ഞേ. ഏത്? സ്വർണം, വെള്ളി, ഇതെല്ലാം എന്തായിരിക്കും? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. നിങ്ങളത് എടുക്കരുത്. മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്?
അതവൻ എടുത്തത് കൊണ്ടാണ്, കണ്ടു മോഹിച്ചു എടുത്തുകൊണ്ട് വന്നത് കൊണ്ടാണ് അവൻ ചെയ്ത ആ ഒരു തെറ്റ് ഇസ്രയേലിൻ്റെ മുഴുവൻ തോൽവിക്ക് കാരണമായി തീർന്നു. അല്ലേ? അന്ന് 3000-ഓളം പേര് യുദ്ധത്തിൽ പട്ടുപോയെന്നാണ് പറഞ്ഞത്. ആ 3000 എണ്ണം ചാവാനുള്ള കാരണം എന്നാ? ഇവൻ ചത്തുപോയ വിവരം നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവൻ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആരനുഭവിച്ചു? ഇസ്രയേൽ ജനം മുഴുവനും കഷ്ടപ്പെട്ടു. നിരപരാധികളായ 3000 എണ്ണം എന്ത് ചെയ്തെന്നറിയാമോ? യുദ്ധത്തിൽ തോറ്റുപോയി. കുറച്ചുകൂടെ വരുമ്പോൾ അവസാനം കണ്ടുപിടിച്ചു. അവിടെ എന്തുകൊണ്ടായി? അവനും അവൻ്റെ കുടുംബവും മുഴുവനും, അല്ലേ, അവൻ്റെ കുടുംബത്തിലും മുഴുവനുള്ളവരും എന്ത് ചെയ്തു? കന്നുകാലികളെ പോലും. ശബ്ദാർപ്പിതം എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവത്തിനു വേണ്ടി അല്ലാണ്ട് ശാപം പിടിച്ചതൊന്നല്ല. ഒരു ഭാഷ പ്രസംഗിക്കുന്നത് കേട്ടു. കാരണം ശാപ എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ടല്ലോ. അവൻ ശാപം പിടിച്ചത് എടുത്തുകൊണ്ട് പോയതാ അവൻ്റെ കുടുംബം. അതല്ല, ശബ്ദാർപ്പിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്നതാണ്, സെറ്റപ്പാട് എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അപ്പം അവൻ ചെയ്ത ആ ഒരു പാപം ഇസ്രയേലിൻ്റെ മുഴുവൻ പാപമായിട്ടാണ് എന്ത് ചെയ്തത്? കണക്കാക്കപ്പെടുന്നത്. ഏകന്റെ ലംഘനത്താൽ സകലരും പാവികളായി തീർന്നു, അല്ലെങ്കിൽ നിയമലംഘികളായി തീർന്നു. അതൊരു ഉദാഹരണം. വേറെണ്ണം കൂടെ പറയാമോ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന്? സെദെക്കിയാവ്. പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. യെസ്. വേറൊന്ന് പറയാമോ? പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നേ? ക്ലൂ തരാം. ഞാനല്ലയോ ഈ പാപം ചെയ്തത്, ഈ ജനത്തെ നീ കഷ്ടപ്പെടുത്തുന്നത് എന്തിന്? ആരാ? മോശ എന്തോ പാപം ചെയ്തു? ദാവീദാ. ഏതായിരുന്നു പാപം? ജനത്തെ എണ്ണി. ഓർക്കുന്നു നിങ്ങള്? ജനത്തെ ദാവീദ് എണ്ണി. ദൈവം പിടിച്ചു, തെരഞ്ഞെടുത്തോളം പറഞ്ഞു. ക്ഷാമം വേണോ, ശത്രു സംഹാരം വേണോ, ഏതാ വേണ്ടത്? എടാ, ഇവൻ ചെയ്തതിന് ശത്രുവിനാൽ നീ നിഗ്രഹിക്കപ്പെടണമോ, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കണമോ, ഏതാ വേണ്ടതെന്ന് തിരഞ്ഞെടുത്തോളം പറഞ്ഞു. തെറ്റ് ചെയ്തതാരാ? ദാവീദ് അവിടെ നിൽക്കുന്നത് ആരായിട്ടാ? ദ കിങ് ഓഫ് ദ നേഷൻ, രാജ്യത്തിന് മുഴുവനും പ്രതിപുരുഷനും ഭരണാധികാരിയായിട്ട് നിൽക്കുന്നത്. അവൻ ചെയ്തത് രാജ്യത്തിന് മുഴുവൻ. ഇതിലവസാനം ദാവീദ് നെടുമ്പാട് ദൈവത്തിന് വീണു. ദൈവമേ, ഞാനാ ചെയ്ത ഈ പാവം നിരപരാധികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് ദൈവസന്നിധി ദാവീദ് നെടുമ്പാട് നിന്ന് കരയുന്നുണ്ട്. ആ ആശയത്തെയാണ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകത്വത്തിൽ നാനാത്വത്തെ എന്ത് ചെയ്യുന്നു നമ്മൾ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ, അതായത് ഒരു സമൂഹത്തെ മുഴുവനും ആര് പ്രതിനിധാനം ചെയ്യുന്നു? ഒരാൾ ചെയ്യുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒപ്പിട്ടാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടാൽ അത് ഇന്ത്യ മുഴുവൻ ഒപ്പിട്ടതിന് തുല്യമാണ്. അപ്പോൾ ആദാം അവിടെ മാനവരാശിയുടെ മുഴുവനും പ്രതിനിധിയായിട്ട് ആദാം എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ആൻഡ് ബൈ ഹിസ് ഡിസൊബീഡിയൻസ്, അവൻ്റെ ലംഘനത്താൽ സകലരും പാപം ചെയ്തതായിട്ട് എന്ത് ചെയ്യുന്നു? കണക്കാക്കപ്പെടുന്നു. ആ സെൻസിലാണ് എല്ലാവരും ജനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? പാവികളായിട്ടാണ് ജനിക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലാവുന്ന ആ ആശയം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. വേറെ ദിവസത്തിൽ ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറയാം. അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുന്നുണ്ട്. ഓർക്കുന്നോ? അറിയാമോ അതൊക്കെ? ഞാൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് എത്തിരെങ്കിലും വിവരം ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇല്ലേ? അബ്രഹാം മൽക്കീസദേക്കിന് എന്ത് ചെയ്യുന്നു? ദശാംശം കൊടുക്കുന്നുണ്ട്.
എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നു, അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ലേവി അവനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ദശാംശം വാങ്ങിക്കാനായിട്ട് പിൽക്കാലത്ത് നിയമിക്കപ്പെട്ട ലേവിയും എന്ത് ചെയ്തിരിക്കുന്നു? അബ്രഹാമിലൂടെ ദൈവത്തിന് എന്ത് ചെയ്തു? ദശാംശം കൊടുത്തു. ഞാൻ പറഞ്ഞ ആശയം ഈ വാക്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അബ്രഹാം ദശാംശം കൊടുത്ത് നമുക്കറിയാമല്ലോ. യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സോദോം രാജാവ് ഉണങ്ങിയെന്ന് അവനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അബ്രഹാം അവന് ഉൽപ്പത്തി പുസ്തകത്തിൽ 14 അങ്ങനെ അബ്രഹാം ദശാംശം കൊടുത്തതിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നു, ലേവി അവൻ്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന്. കടിപ്രദേശം എന്ന് പറഞ്ഞാൽ എന്ത്? ഇൻ ഹിസ് ലോയിൻസ്. അപ്പൊ അബ്രഹാം അത് ചെയ്തപ്പോൾ അതിനകത്ത് ആരും ഉൾപ്പെട്ടിരുന്നു? ലേവി. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് ഇസാക്ക് വന്ന് യാക്കോബും കഴിഞ്ഞതിന് ശേഷം ആര് വരുന്നേ? ലേവി ജനിക്കുന്നത്. പക്ഷേ വേറെ പുസ്തകം പറയുന്നത് എന്നാണെന്നറിയാമോ? അബ്രഹാം അത് ചെയ്തപ്പോൾ അവൻ്റെ പിൻതലമുറ മുഴുവനും ദൈവത്തിന് ദശാംശം കൊടുത്തതായിട്ടാണ് ദൈവം അവനെ എന്ത് ചെയ്തിരിക്കുന്നത്. ഈ ആശയത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പദം ഉപയോഗിക്കുന്നത്. എന്തുവാ? കോർപ്പറേറ്റ് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. യെസ്, എബ്രായ ലേഖനം 10 വായിച്ചോ. അവൻ്റെ പിതാവിനെ എന്ന് പറഞ്ഞാൽ ആരുടെ? ലേവിയുടെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു. വായിച്ചോ. അതെ. അപ്പോഴ് പറയാണ് ലേവി അതാ ദശാംശം കൊടുക്കുന്ന തൊട്ട് മുമ്പ് അതിന് മുമ്പ് എന്ത് വെക്കുന്നത്? അത് വായിരും, അതോടെ വായിരും തലയിലോ. എത്ര ഏതിൻ്റെ ഏതാണെന്ന് വായിച്ചാൽ എല്ലാവർക്കും ഒന്ന് നോക്കാം. ഏതാ? എബ്രായർ 7:5 മുതൽ എടുത്തോ. നോക്കിയേ, ലേവി പുരോഹിതന്മാർക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് ദശാംശം വാങ്ങിക്കാനുള്ള കൽപ്പനയുള്ളത്. വാങ്ങിയിരുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ ആരാ? വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ ആരാ? മൽക്കീസദേക്ക്. അവൻ എന്ത് ചെയ്യുന്നു? അബ്രഹാമിനോട് തൻ്റെ ദശാംശം വാങ്ങിയിരുന്നു. ഇപ്പൊ നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ആരതിനകത്തുണ്ടായിരുന്നു? ലേവിയെ കൂടെ അതിനകത്ത് എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുത്തിയിരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും ശാപങ്ങളെയും കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം ഒരുവനെ അനുഗ്രഹിക്കുന്നെങ്കിൽ ആ അനുഗ്രഹം അവനാൽ അവൻ്റെ തലമുറകളും എന്ത് ചെയ്യുന്നുണ്ട്? അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ദൈവം ഒരുവനെ ശപിച്ചാൽ അവനാൽ അവൻ്റെ തലമുറകളും എന്ത് ചെയ്യുന്നു? ശപിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് 10ാം തലമുറ പോലും ആലയത്തിൽ കയറരുതെന്ന് പറഞ്ഞു. ഇവിടെ മോവാബ്യൻ്റെ. പക്ഷെ മോവാബ് വല്ലതും ചെയ്തോ? ഇല്ല. എൻ്റെ അമ്മ ചെയ്ത ഒരു തെറ്റാ. ലോത്തിൻ്റെ മോളെ ചെയ്ത ഒരു തെറ്റിനകത്താണ് മോവാബ്യരുണ്ടാകുന്നത്. പറഞ്ഞു അവൻ്റെ 10ാം തലമുറ പോലും എന്ത് ചെയ്ത്? യഹോവയുടെ ആലയത്തിൽ കയറരുത്. എന്നിട്ടും ദൈവം ഒരു എക്സെപ്ഷൻ കൊടുത്തു. ആർക്ക്? രൂത്തിനെ കൊണ്ടുവന്നിട്ട്. കാരണം ദൈവത്തിൻ്റെ രക്ഷണ്യവേല എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോഴേ ഏകനാൽ എല്ലാവരും പാപിയായി തീർന്നു എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആദാമ്യ പാപത്തിൻ്റെ ആ ഉപദേശം, അത് ഏതർത്ഥത്തിലാണ് വരുന്നത്? ഐഡിയ ഓഫ് കോർപ്പറേറ്റ് സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. താൻ ചെയ്ത പാപത്താൽ എന്ത് ചെയ്തിരിക്കുന്നു? സകലരെയും പാപം ചെയ്തതായിട്ട്. കാരണം ആദാം സകല മാനവജാതിയുടെയും പിതാവായിരിക്കുന്നതുകൊണ്ട് അത് സകലത്തിൻ്റെയും കാരണഭൂതനായി തീരുക. അപ്പം അതാണ് ആ ചോദ്യം. മനസ്സിലായോ? അപ്പം ആണോ എന്ന് ചോദിച്ചാൽ
ഏതർത്ഥത്തിലാണ്? ഈ അർത്ഥത്തിലാണ്. അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതർത്ഥത്തിലല്ല? നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥത്തിനകത്ത് അല്ല. നോട്ട് ബൈ ആക്ഷൻ. അപ്പോൾ എന്തോ ചോദിച്ചാൽ എന്തോ പറയും മറുപടി? മനുഷ്യൻ പാപിയായിട്ടാണോ ജനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും വിശദീകരിച്ച് കൊടുക്കണം. ദൈവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ഇങ്ങനെ ആദാമ് സകല മാനവജാതിയുടെയും ആരംഭവും അല്ലെങ്കിൽ പിതാവായിരിക്കയാൽ അവൻ്റെ പാപം മാനവജാതിയുടെ മുഴുവൻ പാപത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നത് കൊണ്ട് ശരിയാണ്, പാപിയാണ്. ഉദാഹരണം, ഇന്നലെ ജനിച്ചുകൊണ്ടൊരു കൊച്ച് കടക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കടമൊന്നും വാങ്ങിച്ചിട്ടില്ല, ശരിയാ, അവനാർക്കും ഒന്നും കൊടുക്കാനും ഇല്ല, വാങ്ങിക്കാനും. പക്ഷേ ഒരു ഇന്ത്യൻ പൗരനായി പോയത് കൊണ്ട്, ഇങ്ങനെ ഒരു കടക്കണിയുള്ള രാജ്യത്തിൽ അവൻ ജനിച്ചത് കൊണ്ട് അതിൻ്റെ കടം ഇവൻ്റെ മേലും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ ആശയം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായോ? ആരെങ്കിലും ചോദിച്ചാൽ ശരിക്കും ഉത്തരം പറയാനും കഴിയണം. ഈ ഉദാഹരണം അതിന് ഏറ്റവും നല്ലത് ഏതാ? ഭാരതത്തിൻ്റെ കടം. എന്തുവാ? ഏതാ? തീർച്ചയായിട്ടും. കാരണം അവിടെ ഒരുത്തൻ പാപം ചെയ്തതുകൊണ്ട് ഇപ്പോഴത്തെ ഒടുവിലത്തെ ആദാമിൻ്റെ മരണത്താൽ എന്ത് ചെയ്തു? അതുവരെയുള്ള പാപത്തെ എന്ത് ചെയ്തു? മാറ്റിക്കഴിഞ്ഞു. ഇനി ആരത് വിശ്വസിക്കുന്നോ, അക്കൗണ്ടബിലിറ്റി ഏജ് വരെ അവൻ ഫ്രീയാ. നിനക്ക് ശമ്പളം കിട്ടുന്നിടം വരെ നിനക്ക് ഈ കടബാധ്യത. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ടാക്സ് കൊടുത്തോണം. അതെങ്ങോട്ടായി പോകുന്ന ടാക്സ്? കൊടുക്കാനുള്ള കടത്തിലേക്കാ. അതുകൊണ്ടല്ലേ വേദപുസ്തകം തന്നെ പറയുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ലക്ഷ്യമാക്കുന്നില്ല. കാരണം അക്കൗണ്ടബിലിറ്റി ഏജ് വന്നിട്ടില്ലേ കുട്ടി? നന്മയോ തിന്മയോ ഏതാ തിരിച്ചറിയേണ്ടതെന്ന് അറിയത്തില്ല. ഭേദാഭേദങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്. അപ്പം ന്യായമായിട്ട് ചോദിക്കും, മാനസിക രോഗികൾ, ബുദ്ധി വൈകല്യമുള്ളവരോ? ഇത് തന്നെ. കാരണം അവരവരുടെ ആക്ഷന് അക്കൗണ്ടബിൾ അല്ല. അത് വെച്ച് അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഈ ജുവനൈൽ കോർട്ടുകളുണ്ട്. പ്രായപൂർത്തിയാകാത്തവർ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ വേറൊരു രീതിയിലാണ്. കാരണം അവർക്ക് അക്കൗണ്ടബിലിറ്റി ഏജിലേക്ക് വന്നിട്ടില്ല. അവർ ലോകത്തിൻ്റെ നീതി അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി എത്രയായാലും അതിനേക്കാളും ഉന്നതമായിരിക്കും. ആളുകൾ പലരും ചോദിക്കാറുള്ള ചോദ്യം, അപ്പോൾ ഈ മാനസിക രോഗികളൊക്കെ എങ്ങനെ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവരെയൊക്കെ കുറിച്ച് എങ്ങനെ ദൈവം തീർക്കാൻ ഇവിടുന്ന് വെച്ചാൽ അതൊക്കെ തമ്പുരാൻ അതിൻ്റെതായ വ്യവസ്ഥ തമ്പുരാൻ ചെയ്തിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അക്കൗണ്ടബിൾ ഏജിൽ മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ? ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. യഹൂദന്മാരുടെ കണക്കനുസരിച്ച് അക്കൗണ്ടബിൾ ഏജ് എന്ന് പറയുന്നത് 12 വയസ്സാണ്. അത് അപ്പം തൊട്ട് അവനിനി എന്തായി? കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവൽക്കരണം അവന് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ പഠിച്ചത് നമ്മൾ അപ്പം അതിൻ്റെ ഇത് കിട്ടി ഇല്ലേ? മനസ്സിലായില്ലെന്ന് ഞാനെന്തോ പറഞ്ഞതാ. അപ്പം പാപിയായിട്ടാണോ ജനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല ഉദാഹരണം, ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും കടക്കാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഞാൻ കടമൊന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ്, ശരിയാ, നീ കടമൊന്നും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു നോട്ടീസൊന്നും നിൻ്റെ പേരിൽ എന്ത് ചെയ്യത്തില്ല, ജപ്തി നോട്ടീസൊന്നും നിനക്ക് എന്ത് ചെയ്യത്തില്ല, വരില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക? ഒരാൾ ചോദിക്കുക, മനുഷ്യൻ പാപിയായിട്ടാണോ ജനിക്കുന്നതെന്ന് ചോദിച്ചാൽ ജന്മപാപം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് വിശദമാക്കിയോ, നിങ്ങൾ എന്തോ അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ആദ്യം ചോദിക്കണം. നിങ്ങൾ എന്തോ അതുകൊണ്ട് അർത്ഥമാക്കുന്നേ? അപ്പോൾ വെച്ചാൽ അവൻ സ്വർഗത്തിൽ പോകില്ല എന്നുള്ളത് അക്കൗണ്ടബിൾ ഏജ് വരെ അവന് എന്ത് ചെയ്യും? സ്വർഗത്തിൽ പോകും. ആ ഭാഗം വിടുക. വ്യക്തമായെന്ന് മനസ്സിലായിരുന്നു എല്ലാവർക്കും. സോ വി ആർ ലിവിങ് ദാറ്റ്. ഇനി
നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവിടെ ഒരു പദം ഉപയോഗിച്ചേക്കുന്നു, ദൈവ തേജസ് ഇല്ലാത്ത. വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിൻ്റെ അർത്ഥം എന്നാ? എന്ന് പറഞ്ഞ യഹൂദൻ വിശ്വസിച്ചിരുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന തേജസ്സിനാലും കൂടെ ദൈവം അവനെ സൃഷ്ടിച്ചെന്ന് അവർ വിശ്വസിക്കുന്നത്. തെളിവ് വേണം വേണ്ടേ? സങ്കീർത്തനം 8:5 വായിച്ചു നോക്കിയേ. 8-ാം സങ്കീർത്തനം 5-ാം വാക്യം. അപ്പോൾ അതിനകത്ത് ഇത് എഴുതിക്കോണം, എവിടെയെങ്കിലും ദൈവ തേജസ് എന്നുള്ളതിൻ്റെ വിശദീകരണം നമ്മൾ ഈ കൊടുക്കുന്നത്. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും നീ അവനെ അണിയിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? പറഞ്ഞതിനർത്ഥം ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? അത്രയ്ക്ക് പോകാൻ പറ്റില്ല, അതിന് മുമ്പ് ഒന്നുവാ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്തോ? ഒന്നാമത്തെ സ്വഭാവം അല്ലേ? അല്ല, അതിനൊക്കെ മുമ്പ്, അതൊക്കെ മേലെ അത് തന്നെ. ദൈവം ആത്മാവാ എന്ന് പറഞ്ഞാൽ എന്തുവാ? രൂപം ഇല്ലാത്തവനാണ്. ഒരു രൂപം വന്നു കഴിഞ്ഞാൽ നീ അതിനകത്ത് ലിമിറ്റ് ആയി കഴിഞ്ഞു. ഒരു രൂപം വന്നു കഴിഞ്ഞാൽ നീ പരിമിതപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നതിൻ്റെ ഒന്ന് എന്തെന്നറിയാമോ? രൂപം കൊടുത്തു മനുഷ്യനാദ്യം. ആത്മാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ നേരത്ത് എന്ത് ചെയ്തു? ദൈവത്തെക്കാൾ അല്പം ഒന്ന് താഴ്ത്തിയിട്ട് മനുഷ്യൻ ആദ്യം ഒരു രൂപം നൽകി കൊടുത്തു. എന്നിട്ട് അടുത്ത ഗുണം സർവവ്യാപിത്വം നൽകി കൊടുത്തു. കാരണം രൂപം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർവ്വവ്യാപി ആവാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. രൂപം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? സർവ്വവ്യാപത്വം പറ്റത്തില്ല. അപ്പൊ രണ്ടാമത് താഴ്ത്തപ്പെട്ടത് എവിടെ? നമ്മുടെ സർവ്വവ്യാപിത്വം എന്നുള്ളത് അങ്ങ് മാറി. സർവജ്ഞാനിയല്ല ഇപ്പം നമ്മൾ ജ്ഞാനിയാ, പക്ഷെ എന്തല്ല? സർവജ്ഞാനിയല്ല. അല്പം കൂടെ ഒന്ന് താത്തി. നമ്മൾ സർവശക്തരല്ല, നമ്മൾ ശക്തരാ, സർവശക്തരല്ല. അപ്പൊ ആ സർവ എന്നുള്ളതിനെല്ലാത്തിൽ നിന്നും ഒന്ന് താഴ്ത്തി എന്ത് ചെയ്തു? അവനൊരു രൂപം നൽകി കൊടുത്തു. പക്ഷെ എന്തു കൊടുത്തായിരുന്നു? തേജസ്സും ബഹുമാനവും അവനെ എന്ത് ചെയ്തു? അണിയിച്ചു കൊടുത്തു. അപ്പം മനുഷ്യ സൃഷ്ടിയിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി എന്ന് പറയുന്നുണ്ട് മനുഷ്യനെ. അതും ഇതാ, ദൂതന്മാരും ആത്മശരീരികളാണ്. ദൂതന്മാരും ആത്മശരീരികളാണ്. അപ്പോൾ ദൂതന്മാരെക്കാളും അല്പം താഴ്ത്തി എന്ന് പറയുമ്പോൾ എന്തോ ആക്കി? നമ്മളെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായെന്ന് പറയുമ്പോൾ തൻ്റെതായ ദൈവത്വത്തിൻ്റെ അരൂപലക്ഷണങ്ങളായ അദൃശ്യമായ ആത്മാവെന്നുള്ളത് മാറി താൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇപ്പോഴ് ഒരു ദേഹരൂപം എടുത്തു. എന്നിട്ട് പറയുന്നു, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു.
അപ്പം മനുഷ്യനെ, അപ്പം ആ ദൈവം, അരൂപിയായ ദൈവം, ആത്മാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അവൻ ജ്ഞാനിയാണ്, സർവജ്ഞാനിയല്ല. അവൻ ശക്തനാണ്, സർവശക്തനല്ല. അവൻ അദൃശ്യനാകാനൊക്കത്തില്ല. അതിനവൻ എന്ത് ചെയ്തു എന്നറിയാം? ഒരു രൂപം നൽകിക്കൊടുത്തു. അവന് തേജസ്സും ബഹുമാനവും കൊടുത്തു. സൃഷ്ടിപ്പിൻ ശക്തി കൊടുത്തു. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതുപോലെ തന്നെ God gave creative power to mankind. മനുഷ്യനും സൃഷ്ടിക്കാനുള്ള കഴിവ് ദൈവം നൽകിക്കൊടുത്തു. അപ്പം നമ്മുടെ ഇവിടുത്തെ വിഷയം, ദൈവം മനുഷ്യന് എന്തോ കൊടുത്തു? തേജസ് കൊടുത്തിരുന്നു. പക്ഷേ പാപത്തോടുകൂടെ ആ ദൈവ തേജസ് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഇപ്പം അവൻ എന്തായി? അപ്പം ദൈവത്തിൻ്റേത് എന്നവന് സ്വയം അവകാശപ്പെടാനായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ തേജസ് ആയിരുന്നു. അതവൻ കളഞ്ഞു കുളിച്ചു. സർവജ്ഞാനിത്വം അവന് കൊടുത്തില്ല, സർവവ്യാപിത്വം അവന് കൊടുത്തില്ല, സർവശക്തി അവന് കൊടുത്തില്ല. പിന്നെ കൊടുത്തത് തേജസ്സിനെ അവന് കൊടുത്തിരുന്നു. അതവൻ എന്ത് ചെയ്ത് കളഞ്ഞു? പാപം ചെയ്തതോടുകൂടെ അത് അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പം യഹൂദൻ്റെ, അല്ലെങ്കിൽ യഹൂദൻ്റെ മാത്രമല്ല, ദൈവവചന പ്രവാചകൻ തന്നെ പഠിപ്പിക്കുന്നത് എന്തുവാ? ഈ തേജസ് അപ്പം അവന് നഷ്ടപ്പെട്ടതുകൊണ്ട്, കാരണം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അപ്പം ന്യായമായിട്ടൊരു ചോദ്യം വരും, പാപം ചെയ്തപ്പോഴാണ്, വേണമെങ്കിൽ 2 വാക്യം കൊണ്ട് വായിച്ചു, 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വരെ ദൈവ തേജസ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴാ ആര് നാം എന്നിവിടെ പറയുന്നത് ആരാ? 5:1 വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. നമുക്ക് ദൈവ തേജസ് ലഭിക്കുമെന്നൊരു പ്രത്യാശയും കൂടെ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നു. എൻ്റെ ഭാഷ പറഞ്ഞാൽ, അല്ലെങ്കിൽ വേദോസ്ത ഭാഷ പറഞ്ഞാൽ, നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന തേജസ്കരണം പ്രാപിക്കുമ്പോഴാണ് നാം ഈ തേജസ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പുത്രന്മാർ, ഇപ്പോഴും നമ്മൾ പുത്രന്മാർ തന്നെ, പക്ഷേ ഇവിടെ ഈ ജഡശരീരത്തിലാണ്. എന്നാൽ നമ്മുടെ പ്രത്യാശ എന്നാ? ഈ ദിവസങ്ങളിലൊന്ന് നമ്മുടെ കർത്താവ് വരും. അവൻ വരുമ്പോൾ, നാം അവനെ കാണുമ്പോൾ, നാമും അവനോട് സദൃശന്മാരായിത്തീരും. അന്ന് നമ്മുടെ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയാകുന്ന ദൈവ തേജസ്സൂടെ നമുക്ക് എന്ത് ചെയ്യും? ലഭിക്കും. അതിനാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. റോമാലേഖനം തന്നെ. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ്, അതാ നമ്മുടെ പ്രത്യാശ മുഴുവൻ. 30-ാം വാക്യം, അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ അവൻ നീതീകരിച്ചു, നീതീകരിച്ചവരെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? തേജസ്കരിച്ചിരിക്കുന്നു. ഇങ്ങനെ നാം തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഓരോ ദിവസം എന്നാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നാം എത്തുന്നത് നാം അവനെ കാണുമ്പോൾ ഈ ശരീരത്തിന് ഒരു തേജസ്കരണം സംഭവിക്കും. ഇവിടെ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക. ദൈവമക്കൾക്ക് മാത്രമുള്ളൊരവകാശമാണ് തേജസ്കരണം. ഉയർപ്പ് എല്ലാവർക്കും ഉണ്ട്. ഉയർപ്പ്, പാപിക്കും നീതിമാനും എല്ലാം ഉയർപ്പുണ്ട്, എല്ലാവരും ഉയർക്കും. അപ്പൊ ദൈവമക്കൾക്ക് 3 ശരീരം നമുക്ക് കിട്ടും.
3 ശരീരം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 3 എന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഒരു ശരീരമുണ്ട്. അതേതാ? അതിൻ്റെ പേരാണ് ഭൗമ ശരീരം. പൗലോസ് ഇതിന് പല വിശദീകരണം കൊടുക്കുന്നുണ്ട്. ഇതിനെന്തോ പറയുന്നു? വേറെ ഭാഗത്ത് അക്ഷയമുള്ളത്. ഇതിനെ വിളിക്കുന്ന ക്ഷയമുള്ളത്, അതുകൊണ്ടാണ് വയസ്സാവുന്നത്. ഇത് അടുത്തത് പറയുന്നത് എന്തുവാ? മൺമയമായത്. പിന്നെന്തോ പറയുന്നതിന്? ആത്മശരീരോ? അത് ഈ ശരീരത്തിനല്ല. ദ്രവത്വമുള്ളത്. ഇതെല്ലാവർക്കും ഉണ്ട്. പാപിക്കുമുണ്ട്, വിശുദ്ധനുമുണ്ട്. എന്നാൽ വിശുദ്ധന്മാർക്ക് ഇനി അടുത്ത് നമുക്ക് വേറൊരു ശരീരമുണ്ട്. ഇനി എന്തോ ഒരു ശരീരം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്? ഉയർപ്പിൻ ശരീരമുണ്ട്. അന്ന് ക്ഷയമുള്ളത് മാറി അക്ഷയമായി, മൺമയമായത് മാറി മൺമയ, ദ്രവത്തുള്ളത് മാറി അദ്രവത്വമായി. ഇതും എല്ലാവർക്കും കിട്ടും. പാപിക്കും കിട്ടും, എല്ലാത്തോടും കിട്ടും. ഇതും കഴിഞ്ഞാൽ ഇനി ഒരെണ്ണമുണ്ട് നമുക്ക്. തേജസ്കരിക്കപ്പെട്ട ശരീരം. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാവർക്കും കിട്ടത്തില്ല. ഇതാർക്ക് മാത്രമേ ഉള്ളൂ? വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. ഇത് പാപിക്കുമുണ്ട്, ഭക്തനുമുണ്ട്, അഭക്തനുണ്ട് അല്ലേ? ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായിട്ടും എന്ത് ചെയ്യും? ഉയർത്തെഴുന്നേൽക്കും. തേജസ്കരിക്കപ്പെട്ട ശരീരം ദൈവമക്കൾക്ക് മാത്രമുള്ളതാണ്. അതെപ്പോഴാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ. യേശു ഈ ഭൂമിയിൽ ഉയർപ്പിന് ശേഷം 40 ദിവസം സഞ്ചരിച്ചു അല്ലേ? 40 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അത് ഏത് ശരീരത്തിലായിരുന്നു അറിയാമോ? അല്ല, ഉയർപ്പിൻ ശരീരത്തിൽ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. താൻ പിതാവിൻ്റെ അടുക്കൽ പോയപ്പോഴാണ് ഇത് അല്ലേ? താൻ തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ ആത്മാവ് ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു എന്നാ പറഞ്ഞു. ഈ തേജസ്കരിക്കപ്പെട്ട ശരീരമാണ് പെർഫെക്റ്റ് ബോഡി. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, കർത്താവിൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ആ ആണിപ്പാടുകളും വിലാപ്പുറത്തെ ആ കുത്തും പാടും ഒക്കെ ഉണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെ തോമസിനെ കാണിച്ചു കൊടുത്ത് തേജസ് കൊടുക്കുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴും ചില ആളുകൾ അതൊക്കെ കാണുന്നതോ? കർത്താവിൻ്റെ ഇപ്പോഴത്തെ ശരീരം ഇനി നോക്കിക്കോ. തേജസ്കരിക്കപ്പെട്ട, വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുന്നത് വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ വേറെ പുസ്തകത്തിൽ. അതിലൊന്ന് യോഹന്നാൻ, 2 അപ്പോസ്തലനായ പൗലോസ്. യോഹന്നാനൊക്കെ പുള്ളിയെ കണ്ടപ്പോഴും വിശുദ്ധലായി മാത്രം വെള്ളോട്ടിന് സദൃശ്യമുള്ള അങ്ങനെയൊക്കെയാണ് പറയുന്നതല്ലേ യേശുവിൻ്റെ രൂപത്തിൽ. അല്ലാതെ മുൾമുടിയേറ്റ് നടക്കുന്ന കർത്താവിനെ അല്ല കണ്ടത്. അപ്പോൾ ഇതും കൂടെ തിരിച്ചറിയണം നമുക്ക്. അപ്പോൾ ആരെങ്കിലും എനിക്ക് ഇന്നലെ രാത്രി ഒരു ദർശനം ഉണ്ടായി കർത്താവിനെ കുറിച്ച്, കർത്താവ് ക്രൂശിൽ കിടക്കുന്ന, യെസ്, വാട്ട് ഹി ഡിഡ് ഇൻ ദ പാസ്റ്റ്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തത് ഇതാണെന്ന് വേണമെങ്കിൽ കാണിച്ചു കൊടുത്തേക്കാം. ഇന്നവൻ അങ്ങനല്ല. ഇന്നവൻ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. നമ്മുടെ പിതാവിൻ്റെ പല ഭാഗം നമുക്ക് വേണ്ടി, അല്ലാതെ ഇന്നും അവൻ്റെ ഹാൻഡ്സ് ബ്ലീഡിങ് ഹാൻഡ്സ് അല്ല. അപ്പോൾ തേജസ്സിനെ കുറിച്ചാണ് നമ്മളീ പറയുന്നത്. 2 കൊരിന്ത്യർ 3:18 വായിച്ചാൽ ആ തേജസ്സിനോടുള്ള ബന്ധത്തിൽ. അപ്പോൾ യഹൂദൻ വിശ്വസിച്ചിരുന്നത് തേജസ്സിനാൽ സൃഷ്ടിക്കപ്പെട്ട ആ മനുഷ്യൻ പാപത്താൽ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടതോടെ നീതീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ അവന് ദൈവ തേജസ് അവന് ലഭിച്ചിരിക്കുന്നു. ഇനി ആ തേജസ്സിന്മേൽ തേജസ് നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പ്രാപിച്ചുകൊണ്ടിരിക്കുക. എന്ന് വായിച്ചു 2 കൊരിന്ത്യർ 3:18 ഇല്ലേ? ആ ആ
ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനും കൂടെ വേണ്ടിയാ? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം അതേ പ്രതിമയായി ക്രിസ്തുവിൻ്റെ അതേ രൂപത്തോട് നാം എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിനെ തന്നേക്കുന്നത്. ഇവിടാണ് ക്രൈസ്തവ സഭയിൽ വന്ന ഒരു വലിയ ദുരുപദേശം. ആ ദുരുപദേശത്തിൻ്റെ പേരാണ് ഏതേന്യ വാഴ്ചയിൻ ഉപദേശം എന്ന്. കേട്ടിട്ടുണ്ടോ? ഞാൻ എവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, അതല്ല. ഏതേന്യ വാഴ്ചയിൻ ഉപദേശം എന്ന് പറഞ്ഞൊരു ഉപദേശത്തിൻ്റെ ഇടയിൽ കയറി വന്നു. അതെന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപം ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്തത്? ദൈവ തേജസ് നഷ്ടപ്പെട്ടത്. നാം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടെടുപ്പും നീതീകരണവും പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ആ തേജസ് നമുക്ക് തിരികെ ലഭിച്ചിരിക്കുന്നു. തേജസ് പോയപ്പോഴാണ് ആദാമും ഹവ്വയും എന്ത് ചെയ്ത്? വസ്ത്രം ധരിച്ചേ. അത്തയില കൂട്ടി തുണി ഉണ്ടാക്കി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചവരാരും ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വസ്ത്രം ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു ഉപദേശം എങ്ങോട്ട് കയറി വന്നു? പെന്തക്കോസ്ത് മിഷനിലോട്ട് കയറി വന്നു. പാസ്റ്റർ ആൽവിൻ ആദ്യം ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. പാസ്റ്റർ ആൽവിനാണ് ആ ഉപദേശം കൊണ്ടിരുന്നത്. അങ്ങനെ വേലക്കാരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, സൗരഭൻ്റെ എല്ലാം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പുള്ളി വസ്ത്രം അങ്ങ് ഊരി, പിന്നെ പിടിച്ചു കെട്ടി ചങ്ങലക്കിടേണ്ടി വന്നു. അവസാനം എന്താ ഇവിടെ വലിയ പ്രശ്നം? ഭാവിയിൽ നാം പ്രാപിക്കുവാൻ പോകുന്ന ആ അനുഭവത്തെ ഇപ്പോഴേ എനിക്ക് ലഭിച്ചു എന്നുള്ള മിഥ്യാബോധം വന്നപ്പോൾ അതെവിടേക്ക് കലാശിച്ചു? പാപത്തിലേക്ക് ചെന്ന് കൂടുതൽ പാപം ചെയ്യാനായിട്ടുള്ള അവസരങ്ങളിലേക്ക് അത് കാരണമായി തീർന്നു. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണ്ടേ. നിന്നെ ഒരു വിധത്തിലും പുറകോട്ട് വലിക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിശാച് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ മുമ്പോട്ടങ്ങ് തള്ളിയിടും. അപ്പോഴും പർപ്പസ് ഒന്ന് തന്നെയല്ലേ, ഇനി നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിന്നെ എന്തായാലും പുറകോട്ട് വലിക്കാൻ പറ്റില്ല എന്ന ബോധ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇല്ലാത്ത ഭക്തിയും വചനത്തിൽ കാണാത്ത പ്രതിഷ്ഠയും ഉപദേശങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നിന്നെ എന്ത് ചെയ്യുന്നു? ഒരു വലിയ ഓവർ ഭക്തനാക്കിയിട്ട് നിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? തള്ളി അങ്ങിട്ടു. വീണുതാ കിടക്കുന്നു ധരണയിൽ. അവിടാണ് നമ്മൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നവരായി നിൽക്കേണ്ടത്. കർത്താവിൻ്റെ അടുക്കൽ വന്നതും പരീക്ഷകൻ അങ്ങനെ തന്നെ വന്നേ. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ പറ. ഇപ്പം നിനക്ക് വിശക്കുന്നില്ലയോ? യൂസ് ദ ഗോഡ് ഗിവൻ അതോറിറ്റി. ദൈവം നിനക്ക് തന്ന ആ ആത്മീയ അധികാരത്തെ നീ എന്ത് ചെയ്യേ? നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യേ? നീ ഉപയോഗിക്കേ. ഈസി ടു ഫോൾ. കർത്താവ് അതങ്ങാണ് ഉപയോഗിച്ചായിരുന്നെങ്കിൽ ആര് ജയിച്ചു? അപ്പം ഉണ്ടാക്കി കൊടുത്തത് കർത്താവാണോ അപ്പം ജയിച്ചത്, അതോ പിശാചാണോ ജയിച്ചത്? നിങ്ങൾ വിചാരിക്കുന്നത് ഈ ദൈവത്തിനാണെങ്കിൽ അപ്പം ഉണ്ടാക്കി തരാം, അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ ഇത് അപ്പമായി തീരട്ടെ എന്ന് പറയുമ്പോൾ ഞാനാണോ ജയിച്ചത്, പിശാചാണോ ജയിച്ചത്? നമുക്ക് തോന്നുന്നു നമ്മളാ ജയിച്ചത്. കാരണം എൻ്റെ അധികാരത്തെ ഞാൻ എന്ത് ചെയ്തു? ഇപ്പോൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തില്ലേ? സാത്താൻ എൻ്റെ മുമ്പിലിട്ട വെല്ലുവിളിയെ ഞാൻ എന്ത് ചെയ്തു? ജയിച്ചു കൊടുത്തു. ഞാൻ കാണിച്ചു കൊടുത്തു അവനെ. തിരിച്ചറിയാൻ കഴിയണം നമുക്ക്. കർത്താവ് പറഞ്ഞെന്താ പറഞ്ഞു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. എന്തായാലും ഞാനിപ്പം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. പരാജിതനായവൻ മടങ്ങിപ്പോയി. ആ എല്ലാ പരീക്ഷകളും നിങ്ങൾ നോക്കിയോ? എല്ലാ പരീക്ഷകളും നിങ്ങൾ നോക്കിയോ? നമുക്കറിയത്തില്ല.
നമ്മളൊക്കെ വിചാരിക്കുന്നത് ചിലക്ക് ശുശ്രൂഷയ്ക്കെതിരെ വരുന്ന വെല്ലുവിളികളാണ്. അല്ലല്ല, നിന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ്. ചിലത് തിരിച്ചറിയാൻ കഴിയണം നമുക്ക്. ചിലതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനൊരു ഉപദേശം ദൈവവരങ്ങൾ ഏറ്റവും ശക്തനായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു പാസ്റ്റർ ആൽവിൻ. വളരെ ശക്തനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച മനുഷ്യൻ. തൻ്റെ കൈക്കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും എണ്ണി തീർക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ഇന്നത്തെ പോലെ അങ്ങനൊന്നും ഇത് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതൊന്നുമില്ലല്ലോ. അത്രയധികം അങ്ങ് വിശുദ്ധിയുടെയൊക്കെ അങ്ങ് പാരമ്പര്യത്തിൽ ജീവിച്ചിരുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് പിശാച് ഈ ഒരു ചിന്ത കൊണ്ടുവന്നു. ബാക്കി കൂടെ തന്നെ അങ്ങനെ ആ പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിച്ചിരിക്കുന്ന നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുക? രൂപാന്തരപ്പെട്ടിരിക്കുക. അപ്പോൾ പിന്നെ നമുക്കിനി എന്തിൻ്റെ ആവശ്യമില്ല? ദൈവം വസ്ത്രം ധരിക്കുന്നുണ്ടോ? ഇല്ല. അവൻ എന്തോ വിശുദ്ധിയെ വസ്ത്രമായിട്ട് ധരിച്ചിരുന്ന, പ്രകാശത്തെ വസ്ത്രമായിട്ട് ധരിച്ചത്. അപ്പോൾ നമ്മളെ അതേ രീതി നമ്മളിപ്പോൾ ആരായി മരിക്കുക? കുട്ടി ദൈവങ്ങളായിട്ട് മാറിയിരിക്കുകയല്ലേ ഇപ്പോൾ? അങ്ങനെ അങ്ങനത്തെ ഒരു ഉപദേശമുണ്ട്. കഴുതയുടെ കുട്ടി കഴുതക്കുട്ടി, പട്ടിയുടെ കുട്ടി പട്ടിക്കുട്ടി, ദൈവത്തിൻ്റെ കുട്ടി ദൈവക്കുട്ടി. അപ്പോൾ നമ്മളാരാ? നമ്മൾ കുട്ടി ദൈവങ്ങളാണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല വസ്ത്രത്തിൻ്റെ? പിശാച് വഞ്ചിക്കുന്ന ആ വഞ്ചന മനസ്സിലായോ? ഇറ്റ്സ് വെരി സ്ലൈറ്റ്. പിന്നെ അവിടുന്ന് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോകുന്നേ? പതുക്കെ തെറ്റി അങ്ങ് പോകാൻ പോകുന്നേ. പക്ഷെ പരിജ്ഞാനമുള്ള ദൈവദാസന്മാർ അന്ന് ആ മീറ്റിങ്ങിലുണ്ടായിരുന്നു. വേഗം പ്രാർത്ഥിച്ച് യോഗം ആശീർവാദം പറഞ്ഞ് ഞങ്ങളെ കെട്ടി അകത്ത് കൊണ്ടിട്ടു. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ സുബോധം നഷ്ടപ്പെട്ടവനായി തൻ്റെ ജീവിതം അവസാനിക്കുകയത്. വളരെ ദയനീയമായൊരു മരണമായിരുന്നു അദ്ദേഹത്തിനുണ്ടായത്. കാര്യം എന്നാണെന്നറിയാമോ? കറക്റ്റ് ചെയ്യാൻ ആളില്ലാതായിപ്പോയി. കറക്റ്റ് ചെയ്യാൻ ആളില്ലാതായിപ്പോയി. അപ്പോൾ ഈ ദൈവ തേജസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്തെല്ലാം വളരെ ഭയത്തോടെ പറയുന്ന ഒരു കാര്യമായത്. പിശാചാരെയും തെറ്റിക്കാതിരിപ്പാൻ എന്ത് ചെയ്തോണം? വളരെ സൂക്ഷിച്ചോണം. വചനത്തിലില്ലാത്ത ഭക്തിയും വചനത്തിലില്ലാത്ത ഇപ്പോൾ ചിലരുണ്ട്, ഞാൻ ഒരു വസ്ത്രം മാത്രമേ ധരിക്കത്തുള്ളൂ, 2 ജോഡി വസ്ത്രം. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ 2 ജോഡി വസ്ത്രം എടുക്കരുതെന്നല്ലേ പറഞ്ഞു? 1 ജോഡി വസ്ത്രം എടുക്കും. അങ്ങനെയുള്ള ആളുകൾ തൃശ്ശൂരും ഉണ്ടായിരുന്നു. അയാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ. പാവം ഭാര്യയ്ക്കാണ് ബുദ്ധിമുട്ട്. കാരണം വൈകുന്നേരം വന്ന് രാത്രി തന്നെ കഴുകി രാവിലെ ആകുമ്പോഴത്തേനും ഉണക്കി തേച്ച് ഈ വിശുദ്ധനെ ഇട്ട് കൊടുക്കണ്ടേ. ത്യാഗം അയാൾക്കല്ല, ഭാര്യയ്ക്ക. അയാൾക്കെന്തോ ത്യാഗം വേണം. അതിര് വിട്ട് പോകരുത്. ഈ ഉപദേശം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഉപദേശമാണ്. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലായിരിക്കും പിശാച് നമ്മുടെ കണ്ണെന്ത് ചെയ്യുന്നത്? കുരുടാക്കി കളയുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ അതിലൊന്നിലവൻ ജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അടുത്തതിലോട്ട് എന്ത് ചെയ്യുന്നറിയാം? പതുക്കെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതുകൂടെ ഞാൻ ഈ ഭാഗത്തൊന്ന് പറഞ്ഞ് വിടുകയാണ്. ദൈവ തേജസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതുകൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി 24 മുതൽ 25 തൊട്ട് വായിച്ചോ, 24 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചോ. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. താഴോട്ടങ്ങ് വായിച്ചു നോക്കുമോ? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ സഹിഷ്ണുതയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും
ആ ആ ചുരുക്കി പറഞ്ഞ ദൈവം നീതിമാനാണ് എന്നുള്ളതിൻ്റെ 3 കാരണങ്ങളാ പൗലോസ് ഇവിടെ പറയുന്നത്. ദൈവം നീതിമാനാ. അതിൻ്റെ 3 കാരണങ്ങൾ. 1, വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവം ഇത് എന്ത് ചെയ്തു? സൗജന്യമായിട്ട് കൊടുത്തു. എന്ത്? പാപക്ഷമ, നീതീകരണം. ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും. അവൻ മുഖപക്ഷമില്ലാത്തവനായതുകൊണ്ടും അവൻ നീതിമാനായതുകൊണ്ടും വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ സൗജന്യമായി എന്ത് ചെയ്തെന്നറിയാമോ? നീതീകരണം കൊടുത്തു. 2, ഈ നീതീകരണത്തിന് വേണ്ടി ദൈവം തന്നെ മുതൽ മുടക്കി. അവൻ തൻ്റെ രക്തം മൂലം നീതീകരണത്തിന് ദൈവം തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? മുതൽ മുടക്കി. അപ്പൊ ഇത് സൗജന്യം. ദൈവം തമ്പുരാൻ തന്നെ ഇതിന് എന്ത് ചെയ്തു? മുതലും മുടക്കി. അതാരിലൂടെ? യേശുക്രിസ്തുവിലൂടെ. അതുകൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് എഴുതുന്നുണ്ടാവില്ല. ഇത് സൗജന്യമായിട്ട് കൊടുത്തു. ദൈവം തന്നെ അതിന് മുതൽ മുടക്കി. തൻ്റെ സ്വന്തം പുത്രനെ അയച്ച് പുത്രൻ്റെ രക്തം ഇതിനു വേണ്ടി എന്ത് ചെയ്തെന്നറിയാമോ? താൻ മുതൽ മുടക്കി. 3, അവനൊരു കാര്യം കൂടെ ചെയ്തു. തൻ്റെ സഹിഷ്ണുതയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിട്ടു. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അവൻ നമ്മൾ അതുവരെ ചെയ്ത പാപങ്ങൾക്ക് അവൻ എന്ത് ചെയ്തില്ല? ശിക്ഷ തന്നില്ല. കാരണം അതിന് ശിക്ഷ തന്നായിരുന്നെങ്കിൽ നമ്മൾ ജീവനോടെ കാണത്തില്ലായിരുന്നു. 3 കാര്യങ്ങൾ. ദൈവം നീതിമാനാണ് എന്നുള്ളതിൻ്റെ 3 തെളിവുകളാണ് പറഞ്ഞത്. 1, വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം ഇത് ദാനമായി നൽകി. ഏത്? രക്ഷ, വീണ്ടെടുപ്പ്, നീതീകരണം. 2, ദൈവം തന്നെ അതിന് മുതൽ മുടക്കി, മുൻകൈയെടുത്ത്. ദൈവം തന്നെ മുൻകൈയെടുത്ത് ദൈവം തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തെന്നറിയാമോ? ചെയ്തു. 3, ശരി, ഇന്നലെ വരെ ചെയ്തതെല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ക്ഷമിച്ചേക്കുന്നു, ഞാനതിനെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ക്ഷമിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് മര്യാദയ്ക്ക് ജീവിച്ചോണം. ഇന്നലെ വരെ ചെയ്തൊക്കെ പോട്ടെ, ഞാൻ ക്ഷമിച്ചേക്കുന്നു, നിനക്ക് രക്ഷയ്ക്കുള്ള മാർഗവും ഞാൻ തന്നെ, അതിനും മുതൽ ഞാൻ തന്നെ മുടക്കിയേക്കുന്നു. ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും ഞാൻ സൗജന്യമായിട്ടും തരാൻ പോവുക. അതുകൊണ്ട് ഇനി അങ്ങോട്ട് യഹൂദനായാലും യവനനായാലും മാന്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കണം. ഇതിൽ പരം ദൈവം എന്തോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിൽ പരം ദൈവം എന്തോ വേണം? വരുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് അതിനു വേണ്ട മുതലെല്ലാം അവൻ തന്നെ മുടക്കി. ശരി, ഇന്നലെ മതി എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നില്ല? കണക്കെടുന്നുമില്ല. ഇന്നോട്ട് ഇനി മുതൽ ദൈവത്തിൻ്റെ നീതിയെ ദൈവം അത്ര വിശാലമായിട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കുക? വെളിപ്പെടുത്തി തന്നിരിക്കുക. എന്നിട്ട് അതിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. എന്ന് പറഞ്ഞാൽ ഒരു ജഡവും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാ ദൈവം എന്നെ രക്ഷിച്ചതെന്ന് പറയാതിരിക്കത്തക്ക വേണം. എല്ലാവർക്കും ദാനമായിട്ട് ഈ രക്ഷയെ ദൈവം എന്ത് ചെയ്തു? നൽകിക്കൊടുത്തു. അതുകൊണ്ട് ഇനി ആർക്കും ഇവിടെ കയറി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കസർത്താനൊക്കത്തില്ല. ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയാനൊക്കത്തില്ല. കാരണം ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മളെക്കൊണ്ട് തന്നെ നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്നുള്ള ബോധ്യം വന്നപ്പോൾ
നമ്മെ രക്ഷിക്കാനുള്ള പദ്ധതി ദൈവം തയ്യാറാക്കി. വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുന്ന ഏവർക്കും ഇത് ലഭിക്കും. മുൻ ഇതുവരെ ചെയ്തതിനൊന്നും എന്ത് ചെയ്തില്ല, ദൈവം കണക്കെടുത്തും ചെയ്യത്തില്ല. ഇരുപത്തിയൊൻപതാം വാക്യം. അല്ല, യഹൂദന്മാരുടെ ദൈവം മാത്രമാണോ? ജാതികളുടെയും ദൈവമല്ലേ? അതെ, ജാതികളുടെയും ദൈവമാണ്. കാരണം ദൈവം ഏകനാ. ജാതികളെയും യഹൂദനെയൊക്കെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം ഒരുവനാ. അതുകൊണ്ട് യഹൂദനോട് ദൈവം, ജാതികൾക്ക് വേറെ ദൈവമല്ല. ദൈവം ഏകനേ ഉള്ളൂ. ദൈവം ഒരുവനേ ഉള്ളൂ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രകർമ്മികളെയും നീതീകരിച്ചിരിക്കുന്നു. ആരാ ഇവർ രണ്ടുപേരും? പരിച്ഛേദനക്കാരെന്ന് പറയുന്നത് ആരാ? യഹൂദന്മാർ. വിശ്വാസം മൂലം യഹൂദന്മാരെയും നീതീകരിച്ചു. പിന്നെ വിശ്വാസത്താൽ തന്നെ അഗ്രകർമ്മികൾ ആരാ? ജാതികളെയും. ജാതികൾക്കുള്ള വേറെ അഗ്രകർമ്മി എന്നുള്ളത്, അവരെയും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നീതീകരിച്ചു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയാണ്. അല്ല, അപ്പൻ ചോദിച്ചു, ഇത് വിശ്വാസ മാർഗത്തിലാണെങ്കിൽ പിന്നെ ഈ ന്യായപ്രമാണമൊക്കെ തമ്പരാൻ തന്നതിന്? അപ്പൊ അതൊക്കെ വെറുതെ അല്ലായിരുന്നോ? വിശ്വാസത്താലാണ് ഒരുത്തൻ നീതീകരണം പ്രാപിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ ദൈവം തമ്പുരാൻ എന്തിനാ ഈ ന്യായപ്രമാണം എല്ലാം തന്നെ നമുക്ക്? അപ്പൊ അതുകൊണ്ട് നാം അതിനെ നിർബലമാക്കുകയാണോ? ഒരു നാളുമല്ല. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ, വിശ്വാസമാർഗത്തിൽ വന്നിരിക്കുന്ന നാം ന്യായപ്രമാണത്തിലുള്ളത് എന്ത് ചെയ്യുന്നത്? നിവർത്തിക്കുക, അല്ലെങ്കിൽ ഉറപ്പാക്കുക ചെയ്യുന്നത്. ഓർക്കുന്നോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കഥയല്ല, ഒരു ഉപമ പറഞ്ഞതല്ലേ. ഞാൻ പ്രവാചകന്മാരെയോ ന്യായപ്രമാണത്തെയോ നീക്കാൻ വന്നതല്ല, നിവർത്തിക്കാൻ വന്നതാ. ഇതിലെന്തോ പറഞ്ഞു തന്നു? ഒരു ഉദാഹരണം പറഞ്ഞു ഓർക്കേണ്ടോ ആരെങ്കിലും? ആർക്കും ഓർമ്മയില്ല. നിങ്ങൾ ഹൈസ്കൂളിൽ നടത്തിക്കുന്ന നേരത്തെ ഇവിടെ അപ്പുറത്ത് ഭയങ്കര ഒരു മാവും തോപ്പായിരുന്നു. മാങ്ങ വന്നു. അത് ഓർമ്മയുണ്ട്. അതാ പറഞ്ഞേ. അപ്പോൾ അന്നത്തെ നിയമം ഇവിടെ എന്തുമായിരുന്നു? ആരും അവിടുത്തെ ആരും മാങ്ങ പറിച്ച് തിന്നരുത്, അവിടുത്തെ മാങ്ങ കയറുന്നുണ്ട്. അപ്പോൾ ആരും മാങ്ങ പറിക്കാറില്ല. അങ്ങനെ ചെല്ലുമ്പോൾ എല്ലാം വീണ് കിടക്കുക അവിടെ. ആരും പറിക്കില്ല. അതിന് പറമ്പിൽ കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഓട്ടറാ ആ പറമ്പിലോട്ടാ. മാങ്ങ പറിക്കരുതെന്നേ നമുക്ക് നിയമമുള്ളൂ. മാങ്ങ തിന്നരുതെന്ന് നിയമമില്ല, പറമ്പിൽ കയറരുതെന്നും നിയമമില്ല. അവസാനം ഉടമസ്ഥൻ പറഞ്ഞു, എൻ്റെ ഭാഷ ഇതെന്തോ പിള്ളേർ മുഴുവൻ അവിടെ കയറുകയാണല്ലോ. മാങ്ങ പറിക്കരുതെന്നല്ലേ പറഞ്ഞു, എറിഞ്ഞു വീഴ്ത്താന്ന് കണ്ടുപിടിച്ചവര് പറിച്ചില്ലല്ലോ ഞങ്ങളാരും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് നമ്മൾ നിയമം മാറ്റി, ആ പറമ്പിൽ കയറിപ്പോരുത്, ആ പറമ്പിലോട്ട് കയറിപ്പോരുത്. അപ്പം വാസ്തവത്തിൽ ആദ്യത്തെ നിയമം മാറ്റി. ഏത് മാറ്റി? മാങ്ങ പറിക്കുന്ന നിയമം മാറ്റി. രണ്ടാമത്തെ നിയമം എന്തോ പറമ്പിൽ. പക്ഷെ രണ്ടാമത് വന്ന നിയമം മൂലം വാസ്തവത്തിൽ നടന്നത് എന്തുവാ? ആദ്യത്തെ നിയമം കൊണ്ട് ഉദ്ദേശിച്ചതാ നടന്നത്. മനസ്സിലായോ? ഇല്ല. രണ്ടാമത്തെ നിയമം എന്തുവാ? ഇവിടെ മാങ്ങ പറിക്കരുതെന്നുള്ളപ്പോൾ ഒരു നിയമമില്ല. ഇപ്പോഴത്തെ നിയമം എന്തേ ഉള്ളൂ? പറമ്പിൽ കയറരുത്. അപ്പൊ വാസ്തവത്തിൽ ഈ പുതിയ നിയമം വന്നതോടുകൂടെ സംഭവിച്ചത് എന്തുവാ? പഴയ നിയമത്തെ നിവൃത്തിയാക്കുക ചെയ്തത്. മാങ്ങ പറിക്കരുത് എന്നുള്ള നിയമത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ പുതിയ നിയമം കൊണ്ട് പൂർത്തിയാക്കി. അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാൻ വന്നതല്ല. പഴയ പ്രമാണം അനുസരിച്ച് വ്യഭിചാരം എന്ന കർമ്മമായിരുന്നു പാപമെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് സ്ത്രീയെ നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആഗ്രഹത്തോടെ, എനിക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നോക്കുന്നത് വ്യഭിചാര കർമ്മത്തിന് തുല്യമായിട്ട് വേദോസ്തം പഠിപ്പിക്കുകയാണ്. പഴയ പ്രമാണത്തിൽ കൊലപാതകമായിരുന്നു പാപമെങ്കിൽ സഹോദരനോട് കോപിക്കുന്നത് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? പാപമായിട്ട് വരും. പിന്നെ വേണ്ട കൊല ചെയ്യാനായിട്ട്. അപ്പൊ ടെക്നിക്കലി പഴയതിനെ മാറ്റുകയല്ല ചെയ്തത്, പുതിയ നിയമത്തിലൂടെ
പഴയതിനെ എന്ത് ചെയ്തു? അതാ കർത്താവ് പറഞ്ഞത്, ഞാൻ മാറ്റാൻ വന്നതല്ല, ഞാൻ നിവർത്തിക്കാൻ വന്നതാ. ഈ വിശ്വാസമാർഗത്തിലൂടെ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന, വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവവൈതല് പഴയതിനെ നീക്കിക്കളയുകയല്ല ചെയ്യുന്നത്, പകരം വിശ്വാസമാർഗത്തിലൂടെ ന്യായപ്രമാണത്തെ നാം നിവർത്തിക്കുന്നു. കാരണം നാം നീതീകരിക്കപ്പെട്ടതോടുകൂടെ. അതാ പറഞ്ഞത് ഇവിടെ. ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ല, ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണെന്ന് 4-ാം അധ്യായത്തിൽ നമുക്ക് നോക്കാം. അപ്പോൾ യഹൂദൻ ചോദിച്ചു, ഒക്കെ ശരിയാ, പക്ഷെ അപ്പോൾ നമ്മുടെ അബ്രഹാം അങ്ങനെ അല്ലല്ലോ നീതീകരിക്കപ്പെട്ടത്. കാരണം യഹൂദന് അവരുടെ വലിയ വിശ്വാസികളുടെ പിതാവ്. അപ്പോൾ അബ്രഹാം അങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ പൗലോസ് നീ പറയുന്നു വിശ്വാസ മാർഗത്താലാണ് നീതീകരണമെങ്കിൽ നമ്മുടെ പിതാവായ അബ്രഹാം അങ്ങനെ അല്ലല്ലോ നീതീകരിക്കപ്പെട്ടത്. 4-ാം അധ്യായത്തിൽ അതാ പൗലോസ് തെളിയിക്കുന്നത്, അബ്രഹാം നീതീകരിക്കപ്പെട്ടതും കർമ്മമാർഗത്താലായിരുന്നില്ല, വിശ്വാസമാർഗത്താലായിരുന്നു. നാളെ പഠിക്കും അത്. നാളെ നമുക്ക് 4-ാം അധ്യായം തീർക്കണം, മുഴുവൻ വായിച്ചേച്ച് വന്നോണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം ഓരോ അധ്യായം വെച്ച് നമുക്ക് പോയാലേ നമുക്ക് കാര്യം തീരുള്ളൂ. അപ്പോൾ 4-ാം അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് അബ്രഹാമിൻ്റെ നീതീകരണവും വിശ്വാസമാർഗത്താലായിരുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൽ എന്തോ പഠിച്ചേ? ജാതീയ ലോകത്തിൻ്റെ പാപജീവിതം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ലഭിക്കാത്ത അവർ മനസ്സാക്ഷിയും പ്രമാണപ്രകാരം വെച്ച് നോക്കിയപ്പോഴും അവർ പാപത്തിൽ തന്നെ ജീവിച്ചത്. 2-ാം അധ്യായത്തിൽ യഹൂദൻ്റെ ലോകത്തെ. 3-ാം അധ്യായത്തിൽ ഒരു വ്യത്യാസവുമില്ല, സകലരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിത്തീർന്നു. നീതീകരണത്തിന് ഒറ്റ ഒരു മാർഗമേ ഉള്ളൂ, അത് വിശ്വാസമാർഗം മാത്രം. 4-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസമാർഗത്താൽ തന്നെയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും നീതീകരിക്കപ്പെട്ടത്. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. 6-ാം അധ്യായത്തിൽ നീതീകരിക്കപ്പെട്ട നാം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു, പാപസംബന്ധമായി മരിച്ച് നമുക്ക് നീതിയിരിക്കുന്നു. 7-ാം അധ്യായം വരുമ്പോൾ അതുപോലെ തന്നെ 8-ാം അധ്യായം വരുമ്പോൾ റോമാലേഖനം മുഴുവൻ ഉറക്കത്തിൽ വിളിച്ചാലും പറയണം. റോമാലേഖനത്തിൽ എന്തോ പറയുന്നതെന്ന് ചോദിച്ചാൽ അന്നേരം നോട്ട് തപ്പാൻ പോകരുത്, ടക് ടക് എന്ന് പറയാൻ പറയണം, ഇങ്ങനെ ഓർമ്മയെന്ന് പറയാൻ കഴിയണം. 1-ാം അധ്യായം ജാതീയ ലോകത്തിൻ്റെ പാപം, ന്യായപ്രമാണം കിട്ടിയില്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് മുഴുവൻ ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, മനസാക്ഷിയും കൂടെ അവർക്ക് പ്രമാണം കൊടുത്തിരുന്നു. പക്ഷേ ആ മനസാക്ഷിയുടെ പ്രമാണം അനുസരിച്ചും ദൈവം വെളിപ്പെടുത്തുന്ന നീതി അനുസരിച്ചും അവർക്ക് ജീവിക്കാൻ പറ്റിയില്ല. 2, യഹൂദ ലോകത്തിന് ദൈവം പ്രമാണം കൊടുത്തിരുന്നു, പക്ഷേ ആ പ്രമാണപ്രകാരം അവർ ജീവിച്ചില്ല. ജാതികളെപ്പോലെ അവരും പ്രമാണലംഘികളായിട്ട് മാറി. 3-ാം അധ്യായം അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല, ജാതീയ ലോകവും യഹൂദ ലോകവും ഒന്നുപോലെ പാപത്തിലാണ്. ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലായിരിക്കും നമ്മൾ നീതീകരണം പ്രാപിക്കുന്നത്. അത് സൗജന്യമായിട്ട് ദൈവം കൊടുത്തിരിക്കുന്നു, ദൈവം തന്നെ അതിന് മുൻകൈ എടുത്തതെല്ലാം ചെയ്തത്. 4-ാം അധ്യായം അങ്ങനെയാണെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും നീതീകരണം പ്രാപിച്ചത് വിശ്വാസമാർഗത്താലായിരുന്നു. 5-ാം അധ്യായം നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, അല്ലെങ്കിൽ നിരപ്പുണ്ട്. 6-ാം അധ്യായം നീതീകരണം പ്രാപിപ്പെട്ടിരിക്കുന്നു, നമ്മൾ പാപസംബന്ധമായി മരിച്ച് അടക്കപ്പെട്ട് ജീവൻ്റെ പുതുക്കത്തിലാണ് നമ്മൾ നടക്കുന്നത്.